2024 ഓഗസ്റ്റ് 19 തിങ്കൾ. ഇന്ന് 1200 ചിങ്ങം 3. വാർത്തകൾ വായിക്കുന്നത് ജി രവി. കൊൽക്കത്ത കേസെടുത്ത് സുപ്രീം കോടതി. മുൻ പ്രിൻസിപ്പാലിനെ 3-ാം ദിവസവും ചോദ്യം ചെയ്ത് CBI. സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുന്നിൽ 10,000ങ്ങളുടെ പ്രതിഷേധം. കൽക്കത്ത RG-കർ മെഡിക്കൽ കോളേജിൽ PG ഡോക്ടർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ JB പർദിവാല, മനോജ് മിശ്ര എന്നിവരുടെ ബെഞ്ച് വിഷയം നാളെ പരിഗണിക്കും. മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷിനെ തുടർച്ചയായി 3-ാം ദിവസവും CBI ചോദ്യം ചെയ്തു. കേസിൽ അറസ്റ്റിലായ സിവിക് വോളണ്ടിയർ സഞ്ജയ് റോയിയെ മനഃശാസ്ത്ര വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ CBI വീണ്ടും ചോദ്യം ചെയ്തു. വിദ്യാർത്ഥികളുടെയും പൗരസമൂഹത്തിൻ്റെയും പ്രതിഷേധം ശക്തമായതോടെ RG-കർ മെഡിക്കൽ കോളേജിനു സമീപം ഈ മാസം 24 വരെ പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഈസ്റ്റ് ബംഗാൾ, മോഹൻ ബഗാൻ ഫുട്ബോൾ ടീമുകളുടെ 10,000-കണക്കിന് ആരാധകർ കൊല്ലപ്പെട്ട PG ഡോക്ടർക്കായി തെരുവിലിറങ്ങിയതോടെ സ്റ്റേഡിയം പരിസരം പ്രക്ഷുബ്ധമായി. ഏതാനും സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സംഭവത്തിൽ രാജ്യവ്യാപകമായുള്ള റെസിഡന്റ് ഡോക്ടർമാരുടെ സമരം 8-ാം ദിനത്തിലേക്ക് കടന്നു. യുവതിയുടെ സഹപ്രവർത്തകർ, എയ്ഡ് പോസ്റ്റിലെ പോലീസുകാർ ഉൾപ്പെടെ 20ഓളം പേരെ ഇതിനകം ചോദ്യം ചെയ്തു. മുൻകൂർ ജാമ്യത്തിന് മുൻ പ്രിൻസിപ്പൽ ശ്രമിച്ചെങ്കിലും കോടതി തള്ളി. ഇതിനിടെ യുവതിയുടെ പേര് പുറത്തു പറഞ്ഞതിനും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ പ്രചരിപ്പിച്ചതിനും BJPയുടെ മുൻ MP ലോക്കറ്റ് ചാറ്റർജിക്കും 2 ഡോക്ടർമാർക്കുമെതിരെ കൽക്കത്ത പോലീസ് കേസെടുത്തു. വൈദ്യുതി പ്രതിസന്ധി മുന്നറിയിപ്പുമായി KSEB. 3 വർഷം പവർ കട്ട് വേണ്ടി വന്നേക്കാം, രാത്രി ലോഡ് ഷെഡിങ്ങും. വൈദ്യുതി വാങ്ങാൻ സർക്കാരിൻ്റെ അടിയന്തര സാമ്പത്തിക സഹായം ലഭിച്ചില്ലെങ്കിൽ അടുത്ത 3 വർഷം പവർ കട്ടും രാത്രി ലോഡ് ഷെഡിങ്ങും ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് KSEB. വൈകിട്ട് 6-നും രാത്രി 11-നും ഇടയിലെ വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുന്നതിനാൽ ആഭ്യന്തര ഉൽപ്പാദനത്തിനും നിലവിലെ കരാറുകൾക്കും പുറമെ കൂടിയ നിരക്കിലാണ് വൈദ്യുതി വാങ്ങുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 12,938 കോടി രൂപയാണ് വൈദ്യുതി വാങ്ങാൻ ചെലവഴിച്ചത്. ഇക്കൊല്ലം 14,500, 15,000 കോടി വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ. സർക്കാർ സഹായിച്ചില്ലെങ്കിൽ വായ്പ എടുക്കുകയാണ് ഒരു വഴി. ഇതോടെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കേണ്ടി വരും. സർക്കാർ സഹായം ലഭിച്ചില്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ സമ്മേളനത്തിൽ KSEB ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ബിജു പ്രഭാകർ പറഞ്ഞിരുന്നു. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് അടുത്ത വർഷം മുതൽ യൂണിറ്റിന് 3.49 രൂപ നിരക്കിൽ രാത്രിയിലെ ഉപയോഗത്തിനുൾപ്പെടെ 500 മെഗാവാട്ട് വൈദ്യുതി ലഭിക്കുമെന്നത് പ്രതീക്ഷ നൽകുന്നു. എന്നാൽ വിതരണ ലൈനിൽ തിരക്കുള്ള രാത്രി സമയങ്ങളിൽ ഈ വൈദ്യുതി എത്രമാത്രം ലഭിക്കുമെന്ന് ഉറപ്പില്ല. അനുമതി ലഭിച്ചാൽ 18 മാസത്തിനു ശേഷം വൈദ്യുതി ലഭിച്ചു തുടങ്ങും. വിജയത്തിൻ്റെ 7-ാം വർഷം. ഉറവിട സംസ്കരണം വടകരയിലെ മാലിന്യം ഒരു പ്രശ്നമല്ലാതാക്കി. സീറോ വേസ്റ്റ് പദ്ധതിയുമായി ഹരിയാലി ഹരിത കർമ്മസേന. മാലിന്യം ട്രെഞ്ചിങ് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകാതെ വീടുകളിലും സ്ഥാപനങ്ങളിലും തന്നെ സംസ്കരിക്കുന്ന പദ്ധതി വടകര നഗരത്തിൽ വിജയകരമായി നടപ്പാക്കാൻ തുടങ്ങിയിട്ട് 7 വർഷം പിന്നിട്ടു. വീടുകളിൽ പൈപ്പ്, റിങ്, കമ്പോസ്റ്റുകളിലാണ് മാലിന്യം വളമാക്കുന്ന പദ്ധതി. ഇത് കാരണം മാലിന്യം പുറത്ത് കൂട്ടിയിടുന്ന പ്രശ്നമില്ല. മലിനീകരണ പ്രശ്നം മൂലം വർഷങ്ങളായി ട്രെഞ്ചിങ് ഗ്രൗണ്ട് പരിസരത്തെ വീട്ടുകാർ നടത്തുന്ന സമരത്തിനും അതോടെ പരിഹാരമായി. വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക്, കുപ്പി, കടലാസ്, തുണി, ഇലക്ട്രിക് വേസ്റ്റ് എന്നിവ ശേഖരിക്കുന്ന ഹരിയാലി ഹരിത കർമ്മസേനയുടെ പ്രവർത്തനവും ഈ കാലഘട്ടത്തിൽ ആരംഭിച്ചു. ക്ലീൻ സിറ്റി, ഗ്രീൻ സിറ്റി, സീറോ വേസ്റ്റ് പദ്ധതിയുടെ ഭാഗമായി നടത്തിവരുന്ന സംരംഭവും വിജയത്തിലെത്തി. എഴുത്തു പരീക്ഷയും കൂടിക്കാഴ്ചയും നടത്തി തിരഞ്ഞെടുക്കപ്പെട്ട 70 വനിതകളെ നിയമിച്ചായിരുന്നു ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം ഹരിയാലി സൊസൈറ്റിയുടെ തുടക്കം. വീട്, കടകൾ എന്നിവിടങ്ങളിൽ നിന്ന് യൂസേഴ്സ് ഫീ വാങ്ങി ശേഖരിക്കുന്ന ജൈവ, അജൈവ മാലിന്യം വേർതിരിച്ച് പുനരുപയോഗത്തിന് അയക്കുന്ന പദ്ധതിയാണ് ഇത്. ഉരുൾപൊട്ടൽ ധനസഹായത്തിൽ നിന്ന് വായ്പ തിരിച്ചടവ് ഈടാക്കി. കേരള ഗ്രാമീൺ ബാങ്കിനെതിരെ പരാതിയുമായി ക്യാമ്പുകളിലെ 10 പേർ. മുണ്ടക്കൈ, ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് സർക്കാർ അനുവദിച്ച അടിയന്തര ധനസഹായമായ 10,000 രൂപയിൽ നിന്ന് വായ്പ തിരിച്ചടവ് ഈടാക്കിയ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ നടപടി വിവാദത്തിൽ. ബാങ്കിൻ്റെ ചൂരൽമല ശാഖയിൽ നിന്ന് വായ്പ എടുത്തവരിൽ നിന്നാണ് പ്രതിമാസ തിരിച്ചടവ് ഈടാക്കിയത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന 10 പേർ ബാങ്കിനെതിരെ പരാതിയുമായി രംഗത്തെത്തി. നടപടി വിവാദമായതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രശ്നം പരിഹരിക്കാൻ കലക്ടറോട് നിർദ്ദേശിച്ചു. തുടർന്ന് ദുരന്ത ബാധിതരിൽ നിന്ന് ഈടാക്കിയ തുക ഉടൻ തിരിച്ചു നൽകാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ലീഡ് ബാങ്ക് മാനേജർക്ക് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉത്തരവ് നൽകി. ജൂലൈ 30-ന് ശേഷമുള്ള ഇടപാടുകൾക്കാണ് ഉത്തരവ് ബാധകം.
വായ്പാ തിരിച്ചടവ് ഉടൻ ഈടാക്കില്ലെന്ന് സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് സമിതിയും സർക്കാരും ഉറപ്പു നൽകിയിരുന്നതാണ്. ഇത് പാലിക്കപ്പെട്ടില്ല. വായ്പാ തുകയുടെ തോത് അനുസരിച്ച് 5000 രൂപ വരെ ബാങ്ക് പിടിച്ചെന്ന് ദുരന്തബാധിതർ പറഞ്ഞു. സർക്കാർ ധനസഹായം അക്കൗണ്ടിൽ എത്തിയതിന് പിന്നാലെയാണ് വായ്പാ തിരിച്ചടവ് ഈടാക്കിയത്. സംസ്ഥാനതല ബാങ്കിംഗ് സമിതി യോഗം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേരും. വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ സംബന്ധിച്ച നിർണായക തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിലുണ്ടാകും. എല്ലാ പ്രധാന ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും പ്രതിനിധികളും സർക്കാർ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ വായ്പ എടുത്തവർക്ക് എന്ത് ഇളവ് നൽകണമെന്ന് തീരുമാനിക്കും. മൊറട്ടോറിയം കാലാവധി നീട്ടുന്നത് പരിഗണനയിലുണ്ട്. വായ്പകൾ പൂർണ്ണമായി എഴുതിത്തള്ളണമെന്ന ആവശ്യം മുഖ്യമന്ത്രി ഉന്നയിക്കുമെന്നാണ് വിവരം. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അതത് ബാങ്കുകളാണ്. 30 കോടി രൂപയിൽ താഴെയാണ് ഉരുൾപൊട്ടൽ മേഖലയിലുള്ളവരുടെ ആകെ വായ്പാ ബാധ്യതയെന്നാണ് ബാങ്കുകളുടെ സമിതി ശേഖരിച്ച കണക്കുകളിൽ വ്യക്തമാകുന്നത്. ബാങ്കുകൾ വായ്പ എഴുതിത്തള്ളണമെങ്കിൽ ഒട്ടേറെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടി വരും. മൊറട്ടോറിയം പ്രഖ്യാപിച്ച ശേഷം വായ്പയുടെ പ്രതിമാസ തവണ പിടിച്ച സംഭവമുണ്ടെങ്കിൽ തുക തിരികെ നൽകാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകുമെന്ന് സംസ്ഥാനതല ബാങ്കിംഗ് സമിതി കൺവീനർ KS പ്രദീപ് പറഞ്ഞു. മധ്യഗാസയിൽ ബോംബിംഗ്, ഒറ്റ രാത്രി 24 മരണം. കൊല്ലപ്പെട്ടവരിൽ 6 കുട്ടികളും അമ്മയും. ഇസ്രായേൽ സൈന്യം മധ്യഗാസയിലെ ദൈർ ബലാഹ് പട്ടണത്തിൽ ഒറ്റ രാത്രിയിൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ ഒരു സ്ത്രീയും അവരുടെ 6 കുട്ടികളുമടക്കം 24 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ട കുട്ടികളിൽ 15 മാസം പ്രായമുള്ള കുഞ്ഞും ഉൾപ്പെടുന്നു. വടക്കൻ ഗാസയിലെ ജബാലിയയിൽ 2 അപ്പാർട്ട്മെൻറ്റുകളിലെ ബോംബാക്രമണത്തിൽ അമ്മയും മകളുമടക്കം 4 പേരും കൊല്ലപ്പെട്ടു. ഇന്നലെ ഇസ്രായേലിലെത്തിയ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ഇന്ന് ചർച്ച നടത്തും. ഗാസ വിഷയത്തിൽ ബ്ലിങ്കൻ്റെ 10ാം സന്ദർശനമാണ് ഇത്. ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ 40,099 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. 92,606 പേർക്ക് പരിക്കേറ്റു. അതിനിടെ തെക്കൻ ലെബനിലെ യെരീനിലുണ്ടായ സ്ഫോടനത്തിൽ UN സമാധാന സേനയിലെ 3 സൈനികർക്ക് നിസ്സാര പരിക്കേറ്റു. കോസ്റ്റ് ഗാർഡ് മേധാവി രാകേഷ് പാൽ കുഴഞ്ഞു വീണ് മരിച്ചു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ രാകേഷ് പാൽ ഹൃദയാഘാതം മൂലം മരിച്ചു. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കുന്ന ചടങ്ങിനായി എത്തിയ രാകേഷ് പാൽ INS അടയാറിൽ ക്രമീകരണങ്ങൾ വിലയിരുത്തുമ്പോൾ ഉച്ചയ്ക്ക് 2:30 കുഴഞ്ഞു വീഴുകയായിരുന്നു. രാജീവ് ഗാന്ധി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രി 7 മണിയോടെ മരിച്ചു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ 25ാമത് ഡയറക്ടർ ജനറലാണ് UP സ്വദേശിയായ രാകേഷ്. ഓണച്ചന്ത ഭക്ഷ്യവകുപ്പിൻ്റെ തീരുമാനം FCIയിൽ നിന്ന് 200 ടൺ പച്ചരി വാങ്ങും. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ ഡിപ്പോകളിൽ നിന്ന് 200 ടൺ പച്ചരി വാങ്ങാൻ കേരളം അപേക്ഷ നൽകി. ഭക്ഷ്യവകുപ്പാണ് അപേക്ഷ നൽകിയത്. കിലോയ്ക്ക് 32 രൂപയ്ക്കായിരിക്കും അരി ലഭിക്കുക. സപ്ലൈകോയുടെ ഓണച്ചന്തകളിലെ ആവശ്യത്തിന് ഈ പച്ചരി ഉപയോഗിക്കാനാകും. FCIയിലുള്ള അധിക അരിയും ഗോതമ്പും ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം വഴി മൊത്ത വിതരണക്കാർക്ക് നൽകുന്ന പദ്ധതിയിലെ ടെൻഡറിൽ പങ്കെടുക്കാൻ സംസ്ഥാന ഏജൻസികൾക്കുണ്ടായിരുന്ന വിലക്ക് നീക്കിയ സാഹചര്യത്തിലാണ് കേരളം അരിക്കായി അപേക്ഷ നൽകിയത്. വിലക്ക് ഒഴിവാക്കണമെന്ന് കേന്ദ്രമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മന്ത്രി GR അനിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് നടപടി സ്വീകരിക്കാമെന്ന് അന്ന് കേന്ദ്രമന്ത്രി അറിയിക്കുകയും ചെയ്തു. ഉള്ളടക്കം നീക്കൽ ബ്രസീലിൽ പ്രവർത്തനം നിർത്താൻ X. ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സമൂഹ മാധ്യമമായ X, മുൻപ് ട്വിറ്റർ എന്നറിയപ്പെട്ടത്, ബ്രസീലിലെ പ്രവർത്തനങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കുന്നു. വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ച ഏതാനും തീവ്ര വലതുപക്ഷ അക്കൗണ്ടുകളിലെ ഉള്ളടക്കം നീക്കം ചെയ്യണമെന്ന തൻ്റെ ഉത്തരവ് പാലിച്ചില്ലെങ്കിൽ ജീവനക്കാരെ അറസ്റ്റ് ചെയ്യുമെന്ന് സുപ്രീം കോടതി ജസ്റ്റിസ് അലക്സാണ്ടർ ഡി മൊറോസ് ഭീഷണിപ്പെടുത്തിയെന്നാണ് കമ്പനിയുടെ ആരോപണം. ജഡ്ജിയുടെ ഉത്തരവ് പുറത്തുവിടുകയും ചെയ്തു. ജീവനക്കാരുടെ സുരക്ഷ മുൻനിർത്തി പ്രവർത്തനം നിർത്തുന്നുവെന്നാണ് Xൻ്റെ വിശദീകരണം. നഗരസഭകൾക്ക് 137 കോടി രൂപ. നഗരസഭകൾക്ക് 137.16 കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ധനകമ്മീഷൻ്റെ ആരോഗ്യ ഗ്രാന്റ് ഇനത്തിലുള്ള തുക അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകൾക്കായി ഉപയോഗിക്കാം. ശുഭദിനം. നന്ദി.